വേദിയിൽ ഉള്ള എൻ്റെ സഹപ്രവർത്തകർ, കൗൺസിലർമാരായ ജോജി കുരിക്കോട്, ശ്രീ ജോർജ് നാനാട്ട്, അഡ്വക്കേറ്റ് വി കെ മിനിമോൾ, സക്കീർ തമ്മനം, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ നാസർ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനനായ ശ്രീ ജോർജ് കുളങ്കര, അതുപോലെ തന്നെ ഡോക്ടർ KPP നമ്പ്യാർ, അതുപോലെ ഡോക്ടർ KM ജോർജ്, സഹോദരന്മാർ, ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് ഏതാണ്ട് കൃത്യസമയത്തിന് പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമ്മുടെ മൈക്കിൻ്റെ പ്രശ്നങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് നന്മയുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഈ നാട മുറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇവരുടെ വളരെ വിദഗ്ധമായ പ്രസംഗങ്ങൾ, ഞങ്ങൾ കൗൺസിലർമാരെ ഇതിനൊന്നും പറ്റിയ ആൾക്കാരല്ല, പക്ഷേ ശ്രീ ജോർജ് കുളങ്കര സംസാരിക്കുന്നു പറഞ്ഞു, മറ്റുള്ളവരൊക്കെ സംസാരിച്ചു കൊള്ളട്ടെ. എനിക്ക് 10:30 മണിക്ക് മറ്റൊരു ഫംഗ്ഷൻ എറണാകുളത്ത് എത്താനുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 10:15 പോയാലേ എനിക്ക് എത്താൻ കഴിയുള്ളൂ. ഞാനിവിടെ കൃത്യം നിങ്ങൾ പറഞ്ഞ 9:30 മണിക്ക് തന്നെ ഒരു 2-3 മിനിറ്റ് വൈകിക്കാണുള്ളൂ. ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല മില്ലറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണ രീതിയെക്കുറിച്ചോ ഒന്നും വളരെ വിശദമായോ ആധികാരികമായോ ഒരു അഭിപ്രായം പറയാനുള്ള ഒരാളല്ല ഞാൻ. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ രോഗികളാക്കുന്നതും നമ്മളെ അത്യാഗ്രഹികളാക്കുന്നതും നമ്മുടെ ഈ ഇന്നിപ്പോൾ കാണുന്ന ഈ ചൂടിന് പോലും കാരണമെന്ന് പറയുന്നത് വളരെ വികലമായ ഒരു ജീവിത വീക്ഷണമാണ്. ആ ജീവിത വീക്ഷണം നേരെയാകാതെ വളരെ ആത്മാർത്ഥമായി 10 മണിക്ക് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. ഞായറാഴ്ച ജോർജ് ഞാൻ അക്കോട് പ്രത്യേകം പറഞ്ഞാണ്. അതുപോലെ അദ്ദേഹം കുഴപ്പക്കാരനെന്നുള്ള ആയിട്ടുള്ള ആളല്ല കേട്ടോ, വളരെ നിഷ്കളങ്കനാണ്, നിങ്ങൾക്ക് ശരി കണ്ടറിയാം. പക്ഷെ നല്ലൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ടാണല്ലേ ഞാനാട്ടിനെ പിടിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഒരു സൈഡിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ പോരാ, എല്ലാം പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിത വീക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് വരുന്നത് എന്നാണ് ഈ കാലാവസ്ഥയും ഈ അന്തരീക്ഷവും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഓരോ ദിവസവും കാണുന്ന പ്രശ്നങ്ങളുമെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും ഇവിടെ ഒരു നല്ല കട വന്നിരിക്കുന്നു, സത്യാഹാരം. ഈ തമ്മനത്തും പാലാരിവട്ടത്തും എല്ലാ അസോസിയേഷൻകാരും എല്ലാ കൗൺസിലർമാരുമായിട്ട് ചേർന്നു. ഇനി നാളെ മുതൽ വി കെ മിനിമോളും സക്കീർ തമ്മനവും ജോജി കുരിക്കോടും ജോർജ് നാനാട്ടൊക്കെ അവരും അവരുടെ വാർഡിലെ ആൾക്കാരൊക്കെ ഒരു നല്ല ഭക്ഷണശീലത്തിലേക്ക് മാറട്ടെ. ഇവരുടെ ഭക്ഷണശീലം കണ്ടിട്ട് ഞങ്ങളും മാറാം. അങ്ങനെ നമുക്ക് പതുക്കെ കൊച്ചിയും കേരളവും ഒക്കെ മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഏത് പുതിയ സ്ഥാപനവും നമ്മുടെ നഗരത്തിൽ എപ്പോഴും ആ സ്ഥാപനത്തിന് എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ നൽകാറുണ്ട്. എല്ലാ ആശംസകളും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശീലങ്ങളെല്ലാം പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ പായുകയാണ്. ശീലങ്ങളിലെ വ്യത്യസ്തത ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതിയെ തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാനാകും. ഭക്ഷണ രുചികളിൽ അജീനോമോട്ടോയും കളർ എസൻസുകളുമെല്ലാം സ്ഥാനം പിടിച്ചതോടെ മാറാരോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റായി മാറി. ആതുരാലയങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ രോഗാവസ്ഥയെ അതിജീവിക്കാൻ പെടാപ്പാടുപെടുന്നു.
എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും പൂർണ്ണ ആരോഗ്യവാനായി തിരികെ ഒരു യാത്ര സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള എളുപ്പവഴി പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ രോഗമുക്തി സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിയും. പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണ രീതി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു ഇടമാണ് സത്യാഹാര. പ്രകൃതിദത്തമായ മില്ലറ്റ്, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നെ ജൈവ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. സത്യാഹാര ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷനുമായി കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. മില്ലറ്റ് ഉപഭോഗവും സുസ്ഥിരമായ കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യാഹാര. ഫൗണ്ടേഷൻ്റെ ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരോഗ്യ പോഷകാഹാര മേഖലയിൽ മാറ്റത്തിനും അവബോധത്തിനും പ്രവർത്തനത്തിനും ഒരു ഉത്തേജകമാകാനാണ് സത്യാഹാര ലക്ഷ്യമിടുന്നത്.